നമ്മുടെ കഥ ഇവിടെ തുടങ്ങിയാണ്. വയനാട്ടിൽ, ചരിത്രമുറങ്ങുന്ന മണ്ണിൽ. നാവിഗേറ്ററിൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര പൂക്കോട് ലേക്കിലേക്കാണ്, അഥവാ പൂക്കോട് തടാകം. വൈത്തിരിയിലുള്ള ഈ തടാകം പ്രധാന വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ ഒന്ന് തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2100 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ ഈ വയനാട് പൂക്കോട് ലേക്കിന്. വയനാട് ജില്ലയിൽ ലക്കടിയിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെ കൽപ്പറ്റ റോഡിൽ സഞ്ചരിച്ചാൽ ഇടതുവശത്തായി നമുക്ക് പൂക്കോട് ലേക്കിലേക്കുള്ള വഴി കാണാം. കൽപ്പറ്റയിൽ നിന്നും 15 കിലോമീറ്റർ അകലെയായി പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നു. ഈ തടാകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ശുദ്ധജല തടാകം തന്നെയാണെന്നുള്ളതാണ്. ഈ തടാകത്തിന് ചുറ്റും നിറയെ മലകളും വനങ്ങളുമാണ്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്ത മലനിരകൾ ഒന്നാണ് ചെമ്പ്ര പീക്ക്, കൽപ്പറ്റയിലെ മേപ്പാടിക്കടുത്തുള്ള ചെമ്പ്ര പീക്ക്. ഇവിടെ നമുക്ക് ഈ തടാകത്തിന് ചുറ്റും നടക്കുവാനായിട്ടുള്ള നടപ്പാതകളും കൂടാതെ ബോട്ടിങ്ങിനായിട്ട് പെഡൽ ബോട്ട് സർവീസുകളും നമുക്ക് ലഭ്യമാണ്. പക്ഷേ ഇതെല്ലാം വൈകിട്ട് 5 മണി വരെ മാത്രമേ സർവീസുള്ളൂ. നമ്മുടെ തടാകത്തിനോട് ചേർന്ന് തന്നെ തടാകത്തിൻ്റെ വലതുഭാഗത്തായിട്ട് കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു പാർക്കും ഇടതുഭാഗത്തായിട്ട് ചെറിയൊരു ഗാർഡനും ഇപ്പോൾ സജ്ജമായിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്നവർക്ക് അവിടെ സമയം ചിലവഴിക്കാനായിട്ട് പറ്റും. ഇതുകൂടാതെ ഈ തടാകത്തിൽ നിറയെ നീല ഇനത്തിൽപ്പെട്ട ആമ്പലുകൾ കാണാൻ പറ്റും. പക്ഷേ ഈ സീസൺ അത്ര പോരാ. ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഓഫ് സീസൺ ആയതുകൊണ്ട് ആമ്പലുകൾ കാണുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ നടപ്പാത. കാരണം നമുക്ക് ഈ നടപ്പാതയിലൂടെ ഈ തടാകത്തിന് ചുറ്റും നടക്കാനായിട്ട് പറ്റും. ഏകദേശം 13 ഏക്കറോളം വിസ്തീർണത്തിലാണ് ഈ തടാകം കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ചുറ്റി നടന്നൊന്ന് കണ്ടുവരാം. നടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സൈക്കിളും എടുക്കാട്ടോ, ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. എന്തായാലും ഞങ്ങളെല്ലാവരും നടക്കാൻ തീരുമാനിച്ചു. കൂടുതലുള്ള 2-3 കുഴിമടിയന്മാർ സൈക്കിളും എടുത്ത് കറങ്ങാൻ പോയിട്ടുണ്ട്. അവർ പിന്നാലെയാണ്. എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി നടക്കാമെന്ന് തീരുമാനിച്ചേക്കുക. ഈ തടാകത്തിൻ്റെ ആഴം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ആഴം പറയുന്നത് 6.5 മീറ്ററാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആഴം എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പെഡൽ ബോട്ടുകളിൽ സഞ്ചരിക്കുന്ന കുറേ ആളുകളെ കാണാം. പക്ഷേ ഊട്ടിയിൽ വെച്ചൊന്ന് ബോട്ടിംഗ് നടത്തിയതിൻ്റെ ക്ഷീണം ഞങ്ങൾക്ക് മാറി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഞങ്ങൾ ബോട്ടിംഗ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് ചുറ്റും കുറേ കിളികളുടെ സൗണ്ട്, കുറേ പൂക്കൾ കാണാൻ പറ്റും. അങ്ങനെ കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് ഇതിൽ. അതെല്ലാം കണ്ട് ആസ്വദിക്കണമെങ്കിൽ തടാകത്തിൻ്റെ ചുറ്റും നടന്നേ പറ്റൂ. എന്തായാലും 13 ഏക്കർ നടക്കാന്നുള്ള ഒരു ഗംഭീര പ്രയത്നത്തിലാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടൊരു പൂവാണിത്. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. എന്തായാലും രസമുണ്ട് കാണാൻ. ഇതാണ് ആ പറഞ്ഞ ആമ്പലുകൾ കാണുന്നത്. ആമ്പൽ എന്നല്ല പറയുക, ഇതിന് വേറെ എന്തോ പേര് വേണമെങ്കിൽ പറയാം. എന്തായാലും കാണാൻ രസമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങളിൽ കുറച്ച് പേര് ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ. നടക്കാൻ എല്ലാവർക്കും മടിയാണെന്നേ. എന്തായാലും എവിടെ ചെന്നാലും നമ്മുടെ കൂട്ടത്തിൽ പിന്നെയും കുസൃതി കാണിക്കും. ദാ ഇതുപോലെ. എന്തായാലും ഇവിടുന്ന് നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം ഒരു ചെറിയ നീലിമ കലർന്ന വെള്ളം, അതിൻ്റെ അങ്ങേയറ്റത്തായിട്ട് കുറേ ബോട്ടുകൾ, ഇങ്ങേയറ്റത്തായിട്ട് ഞങ്ങളും. ഇവിടുന്ന് കാണണം, നല്ല രസമാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. പൂക്കോട് തടാകത്തിൽ മാത്രം കാണുന്ന ഒരു പരൽ മത്സ്യമുണ്ട്. അതിനെ പറയുന്നത് പൂക്കോടൻ പരൽ എന്നാണ് പറയുക. അത് ഈ തടാകത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെ കാണുമോ എന്നൊക്കെ പ്രതീക്ഷിച്ച് ആണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഒന്നിനെയും കണ്ടില്ല. എന്തായാലും കുറേ നാളുകളായിട്ട് കാണാത്ത കുറേ തവളക്കുഞ്ഞുങ്ങൾ അവിടെ കണ്ടു എന്നല്ലാതെ പൂക്കോടൻ പരലിനെ നോക്കി നിന്നിട്ട് ഒന്നും കണ്ടില്ല. നോക്കിയിരുന്ന് മടുത്തപ്പോൾ കുറച്ച് പേരവിടെ ചാഞ്ഞിരിക്കുന്ന മരത്തിൻ്റെ മുകളിലായി ഇരിപ്പ്. എന്തായാലും അവിടെ നിന്ന് സംസാരിക്കാൻ നല്ല രസമാണ്. കാരണം
ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ചൂടില്ല, വെയിലില്ല, പക്ഷേ ഇതിൻ്റെ നല്ല കാറ്റുണ്ട്, കിളികളുടെ ശബ്ദം കേൾക്കാൻ രസമാണ്. എന്തായാലും അവരെത്തിയെന്ന് തോന്നുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ. നമുക്കിന്ന് സൈഡിൽ കൂടെ നടക്കാനായിട്ട് റോഡുണ്ടെങ്കിലും ഒരു ട്രക്കിങ്ങിൻ്റെ ഫീൽ കിട്ടാനായിട്ട് ഞങ്ങൾ ഇതിനിടയിലൂടെ തന്നെ പോയി. ഇതിനു മുമ്പേ ആരൊക്കെയോ നടന്ന് എന്തായാലും കുറേ പാതകൾ വെട്ടി തെളിച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പേ പോയവരുടെ പിറകെ പോകുക എന്നുള്ള അതേ കാര്യങ്ങൾ ഞങ്ങളും ചെയ്യുന്നു. പക്ഷെ പോകുമ്പോൾ കണ്ട കാഴ്ചകൾ രസമാണ്. തൽക്കാലം പുറത്തു പറയുന്നില്ല. ഒന്ന് സെൻസർ ചെയ്യണേ. എന്തായാലും നടന്ന് ഞങ്ങൾ പുറത്തെത്തി. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് സുഹൃത്തുക്കളും കൂടി എത്തി. കുറച്ച് പേര് സൈക്കിളിൽ പോയവരുണ്ട്. അവരെയും കാത്ത് ഞങ്ങൾ കുറച്ച് നേരം നിന്ന് നോക്കി എവിടെ എത്താൻ. അവരെയെങ്കിലും കാണാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെയും നടന്നു. ഒരു റൗണ്ട് അടിക്കണമെങ്കിൽ 13 ഏക്കറാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. അതുകൊണ്ട് അധികം വെയിൽ കൊള്ളാൻ നിന്നില്ല. ഞങ്ങൾ നടക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. അവസാനം എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ നമുക്കവിടെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു ഷോപ്പ് കൂടിയുണ്ട്, നമ്മുടെ പൂക്കോട് ലേക്കിൻ്റെ എൻട്രൻസിനോട് ചേർന്ന്. എന്തായാലും വന്ന വഴിക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറി. അതിൻ്റെ അകത്ത് കാണുമ്പോൾ നല്ല രസമാണ്. എത്ര മനോഹരമായിട്ടാണെന്നറിയോ അവരിതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു കിളിയുടെ കൂടാണ്. കൂട് ഇവർ നിർമ്മിച്ചിരിക്കുന്നതാണ്, ശരിക്കും ഒറിജിനൽ അല്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് നമ്മുടെ വീടുകളിൽ തൂക്കാനായിട്ട്. ഈ കാണുന്നത് സവാളയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിലുള്ളതല്ല. കുറേ നാരുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സവാളയുടെ ആകൃതിയിലാണ്. ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്, സ്ഥിരം നമ്മുടെ കടകളിൽ കാണുന്ന എല്ലാം ഇവിടെ വരുന്ന സഞ്ചാരികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. നമ്മൾക്ക് ആവശ്യമുള്ളത് എന്തും വാങ്ങാം. എന്തായാലും ഞങ്ങൾ വാങ്ങണമെന്നൊക്കെ കരുതിയിട്ട് കയറിയതാണ്. വില അല്പം ഞങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ കുറച്ചേ വാങ്ങിയുള്ളൂ. നമുക്കിതിലൊന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിയില്ല, പക്ഷെ കൂടെയുള്ള കുറേ പേര് വാങ്ങിയിട്ടോ. ഇതെല്ലാം മരം കൊണ്ടുണ്ടാക്കിയതാണ്, അതെല്ലാം ഇവിടെ സ്വന്തമായിട്ട് നിർമ്മിച്ചവയാണ്. നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ കയറി കാണാം. കയറി കാണുന്നതിനൊന്നും യാതൊരു പ്രയാസവുമില്ല. എന്തായാലും ഇവിടുത്തെ അത്യാവശ്യം സാധനങ്ങളെല്ലാം കണ്ട് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി. ഞങ്ങൾ എന്തായാലും കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഇനി വിശപ്പ് തുടങ്ങി. പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചത്. കാരണം ആ ഗേറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് വെർച്വൽ റിയാലിറ്റി, ഇതൊന്ന് പരീക്ഷിക്കേണ്ട സാധനമാണ്. ലൈഫിൽ എപ്പോഴെങ്കിലും ഇത് കണ്ടാൽ ഒന്ന് പരീക്ഷിക്കുക, അനുഭവിച്ചറിയുക. ഇനി അതിൻ്റെ അനുഭവങ്ങളാണ് നിങ്ങൾ കണ്ടുകൊള്ളുക. ഇല്ല, തൊട്ടോ കുഴപ്പമില്ല. അവിടെ നിന്ന് നോക്കി, അവിടെ എന്താട്ട് താഴെക്കിടന്ന് വരില്ല. ഒരു സ്റ്റെപ്പ് നടന്നു കാലിനോടെ തന്നില്ല. ഇപ്പൊ നേരെ എല്ലാം പോയി.
കേട്ടോ. എന്റെ അമ്മേ അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. നമുക്കിനി അടുത്ത യാത്രയിൽ കണ്ടുമുട്ടാം. സ്നേഹപൂർവ്വം ഞാൻ ഷനീദ്, ദ നാവിഗേറ്റർ.